Hello dears, welcome to the class. Today we are going to discuss about our textbook activities. Okay, let's start our class. Sum of digits. Write two-digit numbers with sum of digits 9. 9 എന്ന ആൻസർ കിട്ടുന്ന 2-digit നമ്പേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 2-digit നമ്പേഴ്സിൻ്റെ ആ 2 ഡിജിറ്റും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 9 എന്ന് കിട്ടണം. എക്സാമ്പിൾ തന്നിരിക്കുന്നത് 1827. 18-ലെ 1 + 8 ആൻസർ കിട്ടുന്നത് 9 ആണ്. അതുപോലെ തന്നെ 27 2 + 7 = 9 കിട്ടും. നെക്സ്റ്റ് 3 + 6 ആൻസർ വരുന്നത് 9 ആണ്. അപ്പോൾ 36. അടുത്തത് 45, അതിൽ 4 + 5 9 കിട്ടും അല്ലേ. പിന്നെ 54 63 72 81 90 ഇതെല്ലാം ആ 2 ഡിജിറ്റും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സം കിട്ടുന്നത് 9 ആണ്. ആഡ് ദ ഡിജിറ്റ്സ്. 18 + 81. 18-ലുള്ള ഡിജിറ്റ്സ് എന്ന് പറയുന്നത് 18 ആണ്. പ്ലസ് 81 അതിലുമുള്ളത് 8ഉം 1ഉം തന്നെയാണ് അല്ലേ. അപ്പോൾ രണ്ടിൻ്റെയും ആ ഒരു പൊസിഷൻ മാറ്റിയിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ആൻസർ വരുന്നത് 99 ആണ്. ഇനി അടുത്ത കോളത്തിൽ എന്താണ് ചെയ്തിരിക്കുന്നത്? സം കിട്ടിയ 99നെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് അല്ലേ. 2 ഡിജിറ്റ്സ് ആക്കി. 9 + 9 = 18 എന്നാക്കി. ഇനി ആ 18നെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് 1 8 എന്ന് പറഞ്ഞ് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ആൻസർ കിട്ടുന്നത് 9 ആണ്. ബാക്കിയുള്ളതും അതുപോലെ ചെയ്യണം. 27 72 2ഉം 7ഉം ആണ് രണ്ടിലുമുള്ളത് അല്ലേ. അതിൻ്റെ ആൻസർ കിട്ടണം എത്രയാണ്? 99 ആണ്. ഇനി ആ 99നെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്തു അല്ലേ. 9 + 9 18. 18നെ 1 + 8 = 9. അടുത്തത് ഇതുപോലുള്ളത് 36 63 ആൻസർ കിട്ടുന്നത് 99. 99നെ ആ 2 ഡിജിറ്റ് ആഡ് ചെയ്തപ്പോൾ 18 എന്ന് കിട്ടി. 18നെ വീണ്ടും 1 + 8 ആൻസർ 9. നെക്സ്റ്റ് 45 54 ആൻസർ 99. ആ 99നെ വീണ്ടും 9 + 9 = 18. 1 + 8 = 9 എന്നാക്കി. അപ്പോൾ എല്ലാത്തിൻ്റെയും ആൻസർ കിട്ടുന്നത് എത്രയാണ്? 99 തന്നെയാണ് അല്ലേ. എന്നിട്ട് ഈ 99നെയാണ് 2 ഡിജിറ്റും ആഡ് ചെയ്ത് നോക്കുന്നത്. ആഡ് ചെയ്യുന്ന നമ്പേഴ്സിൻ്റെ ഒരു റിലേഷൻ നോക്കൂ. ആദ്യത്തേത് 1 8 ആയിരുന്നു. അടുത്തത് 2 7. 1ൻ്റെ താഴെ 2 വന്നു. അതുപോലെ തന്നെ 8ൻ്റെ താഴെ 7 ആണ് വന്നത്. അപ്പോൾ ആദ്യത്തെ ഡിജിറ്റ് കൂടിക്കൂടി വരുന്നു. രണ്ടാമത്തേത് കുറഞ്ഞു കുറഞ്ഞു വരുന്നു. അടുത്തത് 2ൻ്റെ താഴെ വരുന്നത് 3 ആണ്. 7ൻ്റെ താഴെ 6. അടുത്തത് 45. അതും അതുപോലെ തന്നെയാണ് അല്ലേ. ആദ്യത്തെ സംഖ്യ കൂടിക്കൂടി വരുന്നു. രണ്ടാമത്തേത് കുറഞ്ഞു. എന്നാൽ പ്ലസ് ചെയ്യുന്ന നെക്സ്റ്റ് 2 ഡിജിറ്റ് നോക്കൂ. ആദ്യത്തെ ഡിജിറ്റ് കൂടുന്നു. പിന്നെ വരുമ്പോൾ കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത്. എന്നാൽ അതിലെ രണ്ടാമത്തെ ഡിജിറ്റ് കൂടിക്കൂടി വരുന്നു. റൈറ്റ് 2 ഡിജിറ്റ് നമ്പേഴ്സ് വിത്ത് സം ഓഫ് ഡിജിറ്റ്സ് 8. 8 ആൻസറായി കിട്ടണം 2 ഡിജിറ്റ് നമ്പേഴ്സിൽ ആ ഡിജിറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ. അപ്പോൾ 17 26 എക്സാമ്പിൾ തന്നിരിക്കുന്നു. 1 + 7 8 2 + 6 8. നെക്സ്റ്റ് 35 3 + 5 = 8. 44 4 + 4 = 8. 53 5 + 3 = 8. 62 71 80 ഇതെല്ലാം ഓരോ ഡിജിറ്റ്സും കൂട്ടി നോക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 8 ആയിരിക്കും. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ സംഖ്യകളെ നമുക്ക് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. 17 + 71 1771 സെയിം ഡിജിറ്റ്സ് ആണ് അല്ലേ. അതിൻ്റെ പൊസിഷൻ മാറ്റിയിട്ടു എന്നേ ഉള്ളൂ. അപ്പോൾ ആൻസർ കിട്ടുന്നത് 88 ആണ്. ഇനി ആ 88ലെ 2 ഡിജിറ്റ്സും ആഡ് ചെയ്യണം. 8 + 8 = 16. പിന്നെ 16 ഇതുപോലെ തന്നെ 1 + 6 = 7 എന്നാക്കി. നെക്സ്റ്റ് 26. ഇനി അത് തിരിച്ചിടുമ്പോൾ 62. ആൻസർ വരുന്നത് 88 ആണ്. ഇനി ആഡ് ചെയ്യുന്ന ആ നമ്പേഴ്സ് തമ്മിലുള്ള ഒരു റിലേഷൻ നോക്കൂ. 17 26 ആദ്യത്തെ ഡിജിറ്റ് 1. രണ്ടാമത്തേതിൽ അത് 2 കൂടുകയാണ് അല്ലേ. അപ്പോൾ അടുത്തത് 3 ആയിരിക്കും. എന്നാൽ രണ്ടാമത്തെ ഡിജിറ്റ് നോക്കൂ. 7 ഉണ്ടായിരുന്നത് 6 ആയി. അപ്പോൾ ആ ഒരു സെക്കൻഡ് ഡിജിറ്റ് കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് ചെയ്യുന്നത്.
ബാക്കിയുള്ളത് കൂടി കംപ്ലീറ്റ് ചെയ്യാം. 26 കഴിഞ്ഞാൽ ഇനി വരുന്നത് 35 പ്ലസ് 53 ഈക്വൽ ടു 88. 8 പ്ലസ് 8 ഈക്വൽ ടു 16. 16 ഡിവൈഡ് ചെയ്ത് 1 പ്ലസ് 6 ഈക്വൽ ടു 7 എന്ന് കിട്ടി. ഇനി അടുത്തത് 44 ആണ്. എങ്ങനെയാണ്? 3യിൽ നിന്ന് 1 കൂടി 5ൽ നിന്ന് 1 കുറഞ്ഞു. അങ്ങനെയാണ് ആ പാറ്റേൺ വരുന്നത് അല്ലേ? അപ്പോൾ 44 പ്ലസ് 44 ഈക്വൽ ടു 88. 44നെ ഏത് പൊസിഷനിൽ ഇട്ടാലും 44 തന്നെയാണ് അല്ലേ? മറ്റൊരു ഡിജിറ്റ് അല്ലാത്തത് കൊണ്ട്. ഇനി 88നെ സ്പ്ലിറ്റ് ചെയ്ത് 8 പ്ലസ് 8 ഈക്വൽ ടു 16. ഇനി 16നെ വീണ്ടും ഡിജിറ്റുകളാക്കി ആഡ് ചെയ്യുമ്പോൾ 1 പ്ലസ് 6 ഈക്വൽ ടു 7 എന്ന ആൻസർ കിട്ടും. റൈറ്റ് 2 ഡിജിറ്റ് നമ്പേഴ്സ് വിത്ത് ദ സം ഓഫ് 10. ഡിജിറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ 10 കിട്ടുന്ന നമ്പേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 37, 3 പ്ലസ് 7 ഈക്വൽ ടു 10. നെക്സ്റ്റ് 46, 55, 64, 73, 82, 91. ഓരോ നമ്പേഴ്സിലെയും ഡിജിറ്റ്സ് തമ്മിൽ സം ചെയ്യുമ്പോൾ നമുക്ക് 10 ആണ് കിട്ടുന്നത്. പാസ്വേഡ് ഫൈൻഡ് ദ മൊബൈൽ ലോക്ക് ഓഫ് മിനി. മിനിയുടെ മൊബൈൽ ഒന്ന് ലോക്ക് തുറക്കണം. അപ്പോൾ അതിൻ്റെ പാസ്വേഡ് കണ്ടുപിടിക്കണം. റീഡ് ദ ഫോളോയിങ് ആൻഡ് ഫിൽ ഇൻ ദ ബോക്സസ്. താഴെ തന്നിരിക്കുന്ന കാര്യങ്ങൾ വായിച്ചു നോക്കിയാണത് ചെയ്യേണ്ടത്. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ലാസ്റ്റ് ഡിജിറ്റ് ഈസ് 3. അവസാനത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് 3 ആണ്. 9th ഡിജിറ്റ് ഈസ് ഡബിൾ ദ ലാസ്റ്റ് ഡിജിറ്റ്. അപ്പോൾ 9ാമത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഡിജിറ്റിൻ്റെ ഡബിളാണ്. അപ്പോൾ എത്രയായിരിക്കും? ലാസ്റ്റ് ഡിജിറ്റ് 3 ആണ്, അതിൻ്റെ ഡബിൾ എന്ന് പറയുമ്പോൾ 6. ദ 8th ഡിജിറ്റ് ഈസ് 1 ആഡഡ് ടു 1. 8th ഡിജിറ്റ് എന്ന് പറയുന്നത് 1നോട് 1 കൂട്ടിയത്. ഫസ്റ്റ് ഡിജിറ്റ് ഈസ് ദ സം ഓഫ് 8th ഡിജിറ്റ് ആൻഡ് ദ ലാസ്റ്റ്. ഫസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 8th ഡിജിറ്റും അതുപോലെ തന്നെ ലാസ്റ്റ് ഡിജിറ്റും തമ്മിലുള്ള സമ്മാണ്. അപ്പോൾ 8th ഡിജിറ്റ് എന്ന് പറയുന്നത് 2 ആണ്, ലാസ്റ്റ് ഡിജിറ്റ് 3 ആണ്. അപ്പോൾ 5. 5th ഡിജിറ്റ് ഈസ് ലെസ് ദാൻ ദ ഫസ്റ്റ് ഡിജിറ്റ്. ഫസ്റ്റ് ഡിജിറ്റിനേക്കാൾ 1 കുറവാണ് 5ാമത്തെ ഡിജിറ്റ്. ദ സെക്കൻഡ് ഡിജിറ്റ് ഈസ് ദ 8th ഡിജിറ്റ് സബ്ട്രാക്റ്റഡ് ഫ്രം ദ ഫസ്റ്റ്. സെക്കൻഡ് ഡിജിറ്റ് എന്ന് പറയുന്നത് 8th ഡിജിറ്റിൽ നിന്നും ഫസ്റ്റ് ഡിജിറ്റ് മൈനസ് ചെയ്തതാണ്, സബ്ട്രാക്റ്റ് ചെയ്തതാണ്. ദ തേർഡ് ഡിജിറ്റ് ഈസ് ഡബിൾ ദ 8. 3ാമത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് 8th ഡിജിറ്റിൻ്റെ ഡബിളാണ്. നെക്സ്റ്റ് ദ 4th ഡിജിറ്റ് ഈസ് ദ സെയിം ആസ് ദ 9th. 4th ഡിജിറ്റ് എന്ന് പറയുന്നത് 9th ഡിജിറ്റിൻ്റെ സെയിം ആണ്. ദ 6th ഡിജിറ്റ് ഈസ് ദ സം ഓഫ് ദ 4th ആൻഡ് ലാസ്റ്റ്. 6th ഡിജിറ്റ് എന്ന് പറയുന്നത് 4th ഡിജിറ്റിൻ്റെയും ലാസ്റ്റ് ഡിജിറ്റിൻ്റെയും സമ്മാണ്. ദ 7th ഡിജിറ്റ് ഈസ് ദ ഡിഫറൻസ് ഓഫ് ദ 3rd ആൻഡ് ദ 4th. 7th ഡിജിറ്റ് എന്ന് പറയുന്നത് 3rd ആൻഡ് 4th ഡിജിറ്റിൻ്റെ ഡിഫറൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 3 ആണ്, 10th ഡിജിറ്റ്. 9th ഡിജിറ്റ് എന്ന് പറയുന്നത് ഡബിൾ ദ ലാസ്റ്റ് ഡിജിറ്റ്, 3യുടെ ഡബിൾ 3 പ്ലസ് 3 അല്ലെങ്കിൽ 3 ഇൻറ്റു 2 ഈക്വൽ ടു 6. ഇനി 8th ഡിജിറ്റ് എന്ന് പറയുന്നത് 1 പ്ലസ് 1, 1നോട് 1 കൂട്ടിയാൽ 2. ഫസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഡിജിറ്റ് ഈസ് ദ സം ഓഫ് 8th ഡിജിറ്റ് ആൻഡ് ദ ലാസ്റ്റ്. 8th ഡിജിറ്റ് 2ഉം ലാസ്റ്റ് ഡിജിറ്റ് 3യുമാണ്. അപ്പോൾ 5 ആണ് ഫസ്റ്റ് ഡിജിറ്റ്. ഇനി 5th ഡിജിറ്റ് എസ് ലെസ് ദാൻ ദ ഫസ്റ്റ് ഡിജിറ്റ്. ഫസ്റ്റ് ഡിജിറ്റിനേക്കാൾ 1 കുറവ്. ഫസ്റ്റ് ഡിജിറ്റ് എത്രയാണ്? 5 ആണ്. 5 മൈനസ് 1 ഈക്വൽ ടു 4 ആണ് 5th ഡിജിറ്റ്. ഇനി സെക്കൻഡ് ഡിജിറ്റ് എന്ന് പറയുന്നത് 8th ഡിജിറ്റ് സബ്ട്രാക്റ്റഡ് ഫ്രം ദ ഫസ്റ്റ്. ഫസ്റ്റ് ഡിജിറ്റിൽ നിന്നും 8th ഡിജിറ്റ് സബ്ട്രാക്റ്റ് ചെയ്തത്. 5 മൈനസ് 2 ഈക്വൽ ടു 3. ദ തേർഡ് ഡിജിറ്റ് ഈസ് ഡബിൾ ദ 8th. 8th ഡിജിറ്റിൻ്റെ ഡബിളാണ് തേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ 8th എത്രയാണ്? 2 ആണ്. അതിൻ്റെ ഡബിൾ എന്ന് പറയുമ്പോൾ 4. ഇനി 4th ഡിജിറ്റ് ആണ്. 4th ഡിജിറ്റ് ഈസ് ദ സെയിം ആസ് ദ 9th. 9th ഡിജിറ്റിൻ്റെ സെയിം ആണ് 4th ഡിജിറ്റ്. അപ്പോൾ 9th ഡിജിറ്റ് 6 ആണെങ്കിൽ 4th 6 ആണ്. 6th ഡിജിറ്റ് ഈസ് ദ സം ഓഫ് ദ 4th ആൻഡ് ലാസ്റ്റ്. 6th ഡിജിറ്റ് എന്ന് പറയുന്നത് 4ാമത്തെയും ലാസ്റ്റത്തെയും ഡിജിറ്റിൻ്റെ സമ്മാണ്. അപ്പോൾ 6 പ്ലസ് 3 ഈക്വൽ ടു 9. ദ 7th ഡിജിറ്റ് ഈസ് ദ ഡിഫറൻസ് ഓഫ് ദ 3rd ആൻഡ് ദ 4th. 7th ഡിജിറ്റ് എന്ന് പറയുന്നത് 3rd ഡിജിറ്റിൻ്റെയും 4th ഡിജിറ്റിൻ്റെയും ഡിഫറൻസ് ആണ്. അപ്പോൾ 6 മൈനസ് 4 ഈക്വൽ ടു 2.
അപ്പോൾ ഓരോന്നിൻ്റെയും ആൻസർ ക്വസ്റ്റ്യന് നേരെ തന്നിരിക്കുന്നതാണ് ഇത്. അപ്പോൾ നമുക്ക് കിട്ടിയ പാസ്വേഡ് എന്ന് പറയുന്നത് 5346492263 ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് 1 മുതൽ 10 വരെ ആദ്യം എഴുതി വയ്ക്കുക. എന്നിട്ട് നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സ് ഓരോന്നിൻ്റെയും നേരെ എഴുതുക. ചിലത് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ഇനി ഓരോ ക്ലൂ കിട്ടുന്നതിനനുസരിച്ച് ബാക്കിയുള്ള നമ്പേഴ്സ് ഇങ്ങനെ എഴുതി പോവുക. അപ്പോൾ എല്ലാവർക്കും കറക്റ്റ് നമ്പർ കിട്ടും. എല്ലാവരും ചെയ്തു നോക്കണം. 2 ഡിജിറ്റ് നമ്പേഴ്സ് 654 3 കാർഡ്സ് ചൂസ് 2 of them to make 2 ഡിജിറ്റ് നമ്പേഴ്സ്. 3 കാർഡ് തന്നിട്ടുണ്ട് 654 അല്ലേ. ഇത് വെച്ച് 2 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹൗ മെനി നമ്പേഴ്സ്, എത്ര നമ്പേഴ്സാണ് കിട്ടിയത് നോക്കാം. അപ്പോൾ ഏതെങ്കിലും 2 ഡിജിറ്റ്സ് എടുത്തിട്ട് വേണം നമ്പേഴ്സ് ഉണ്ടാക്കാനെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് 6ഉം 5ഉം എടുക്കുകയാണെങ്കിൽ 65 56, 6ഉം 4ഉം എടുക്കുകയാണെങ്കിലോ 64 46. ഇനി 5ഉം 4ഉം ആണെങ്കിലോ 54 45. അപ്പോൾ ഇത്രയും നമ്പേഴ്സാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എത്ര നമ്പേഴ്സാണുള്ളത്? 65 64 56 54 46 45. ടോട്ടൽ 6 നമ്പേഴ്സ്. 7 യൂസ് ദിസ് കാർഡ് ഓൾസോ ആൻഡ് റൈറ്റ് അതർ 2 ഡിജിറ്റ് നമ്പേഴ്സ്. ഈ കാർഡിൽ 7 കൂടി ഉൾപ്പെടുത്തണം. എന്നിട്ട് നമ്പേഴ്സ് എഴുതണം. ഹൗ മെനി നമ്പേഴ്സ് ഡിഡ് യു ഗെറ്റ്, എത്ര നമ്പേഴ്സാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്? അപ്പോൾ 7 കൂടി ആഡ് ചെയ്യുമ്പോൾ ആദ്യം 4ഉം 5ഉം ആണെങ്കിൽ 45 54, 4ഉം 6ഉം ആണെങ്കിലോ 46 64, 4 ആൻഡ് 7 ആണെങ്കിൽ 47 74. ഇനി 5ഉം 6ഉം ആണെങ്കിലോ 56 65, 5ഉം 7ഉം ആണെങ്കിൽ 57 75, 6ഉം 7ഉം ആണെങ്കിലോ 67 76. അപ്പോൾ ടോട്ടൽ 12 നമ്പേഴ്സാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയും എഴുതാം. 4 ആണ് ഉള്ളത്. അപ്പോൾ 45 46 47. ഇനി 5 ആണെങ്കിലോ ഒരു ഡിജിറ്റ് കൂടി എടുത്താൽ 54 56 57, 6 ആണെങ്കിൽ 64 65 67, 7 ആണെങ്കിൽ 74 75 76. ആഡ് ആൻഡ് സബ്സ്ട്രാക്റ്റ്. ആഡ് ആൻഡ് സബ്ട്രാക്റ്റ് ടു റീച്ച് ദ ലാസ്റ്റ് ബോക്സ്. ആഡ് ചെയ്യുകയും അതുപോലെ തന്നെ സബ്ട്രാക്റ്റ് ചെയ്യുകയും ചെയ്ത് ലാസ്റ്റ് ബോക്സിൽ എത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് റോ നോക്കൂ. 86 + 10 96, 96 - 9 87, 87 + 13 100, 100 - 23 = 77. ഇങ്ങനെയാണ് ഫസ്റ്റ് റോയിൽ വരിക. ഇനി സെക്കൻഡ് റോ നോക്കാം. 76 + 18 95, 95 - 35 60. ഇനി ആ കിട്ടിയ 60 + 17 = 77, 77 - 26 = 51. തേർഡ് റോ പറയുന്നത് 51 + 24 75, 75 - 9 66, 66 + 20 86, 86 - 29 57, 57 + 18 = 75, 75 - 18 = 57. അപ്പോൾ ലാസ്റ്റ് കോളത്തിൽ വരുന്നത് 57 ആണ്. അപ്പോൾ ഓരോ കോളത്തിലും എഴുതേണ്ടത് ഈ നമ്പേഴ്സാണ്. ഫസ്റ്റ് 89 - 11, ആൻസർ വരുന്നത് 78. ഇനി 11 കൂടുമ്പോൾ 22 കിട്ടും അല്ലേ. അപ്പോൾ 89ൽ നിന്ന് 22 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 67 എന്ന് കിട്ടും. നെക്സ്റ്റ് 22ൻ്റെ കൂടെ 11 ആഡ് ചെയ്യുമ്പോൾ 33. അത് വീണ്ടും 89ൽ നിന്ന് മൈനസ് ചെയ്യുക. അപ്പോൾ ആൻസർ കിട്ടുന്നത് 56. നെക്സ്റ്റ് 33 + 11 44. 89 - 44 = 45. സെയിം തന്നെയാണ്. 11 കൂടിക്കൂടി പോകുന്നു. 89 - 55 34, 89 - 66 23, 89 - 77 12. നെക്സ്റ്റ് സെയിം തന്നെയാണ്. 90ൽ നിന്ന് 11 മൈനസ് ചെയ്തപ്പോൾ 79 കിട്ടി. ഇനി 11 ആഡ് ചെയ്ത് 22 ആണ് 90ൽ നിന്ന് മൈനസ് ചെയ്യേണ്ടത്. അപ്പോൾ 90 - 22 = 68. അങ്ങനെ 11 കൂടി പോവണം അല്ലേ.
എന്നിട്ട് 90യിൽ നിന്ന് മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് 68, 57, 46, 35, 24, 13 എന്ന് ആൻസർ കിട്ടും. In the first column, as the number being subtracted increases by 11, the answer decreases by 11. ആദ്യത്തെ കോളത്തിൽ എങ്ങനെയാണ് 11 ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുകയാണെന്ന് പറഞ്ഞു അല്ലേ? പക്ഷേ അതിൻ്റെ ആൻസർ എന്താണ് ചെയ്യുന്നത്? ഓരോ ആൻസറും 11 ഡിക്രീസ് കുറഞ്ഞ് വരികയാണ്. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. Comparing the two columns, when the starting number increases by 1, 89 to 90, the answer also increases by 1 for the same subtraction. ഇനി രണ്ട് കോളം കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഓരോന്ന് വീതം ഇൻക്രീസ് ചെയ്യുകയാണ്. ആദ്യത്തേതിൽ 89 ആയിരുന്നു മൈനസ് ചെയ്തത്, രണ്ടാമത്തേതിൽ അത് 90 ആയി. അപ്പോൾ ഒന്ന് ഇൻക്രീസ് ചെയ്തു. അതുപോലെ തന്നെയാണ് അതിൻ്റെ ആൻസേഴ്സും ആദ്യത്തേതിനേക്കാൾ ഒന്ന് ഇൻക്രീസ് ചെയ്തതാണ് 90 വെച്ച് ചെയ്തത്. ആദ്യത്തേതിൽ ആൻസർ 78 ആയിരുന്നു, രണ്ടാമത്തേതിൽ 79 ആണ് അല്ലേ? 89 മൈനസ് 11 78 കിട്ടി, 90 മൈനസ് 11 79 കിട്ടി. അപ്പോൾ 1 വെച്ച് ഇൻക്രീസ് ചെയ്യുകയാണ് രണ്ടാമത്തെ കോളത്തിൽ ചെയ്തത്. റൈറ്റ് ദ ആൻസേഴ്സ്. ഫൈൻഡ് ഔട്ട് ദ ആൻസേഴ്സ് ആൻഡ് റൈറ്റ് ദം ഡൗൺ. 35 പ്ലസ് 35 ഈക്വൽ ടു 70. പിന്നെ ആ 70യിൽ നിന്ന് 35 മൈനസ് ചെയ്തപ്പോൾ ആൻസർ കിട്ടുന്നത് 35 തന്നെയാണ്. നെക്സ്റ്റ് നോക്കൂ, 36 പ്ലസ് 34 ഈക്വൽ ടു 70. 70 മൈനസ് 36 ഈക്വൽ ടു 34. അപ്പോൾ രണ്ടാമത്തെ കോളത്തിൽ നമുക്ക് കിട്ടുന്നത് ആദ്യം നമ്മൾ ആഡ് ചെയ്ത ആ നമ്പേഴ്സിലുള്ളതാണ്. കണ്ടില്ലേ? 35 പ്ലസ് 35 ഈക്വൽ ടു 70. ഇനി 70യെ അതിലുള്ള ഏതെങ്കിലും 35 കൊണ്ട് നമ്മൾ മൈനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആൻസർ വരുന്നതും എത്രയാണ്? 35 ആണ്. രണ്ടാമത്തേത് നോക്കൂ, 36 പ്ലസ് 34 70 എന്ന് കിട്ടി. ഇനി ആ 70യെ നമ്മൾ 36 കൊണ്ട് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് അതിലുള്ള 34 ആണ്. ബാക്കിയുള്ളതും അതുപോലെ തന്നെയാണ്. 37 പ്ലസ് 33 ഈക്വൽ ടു 70. 70 മൈനസ് 37 ഈക്വൽ ടു 33. നെക്സ്റ്റ് 38 പ്ലസ് 32 ഈക്വൽ ടു 70. 70 മൈനസ് 38 ഈക്വൽ ടു 32. ഇനി ബാക്കി തന്നിരിക്കുന്ന ഈ ഒരു കോളം കൂടി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. 39 പ്ലസ് 31 ഈക്വൽ ടു 70. 70 മൈനസ് 39 ഈക്വൽ ടു 31. 40 പ്ലസ് 30 ഈക്വൽ ടു 70. 70 മൈനസ് 40 ഈക്വൽ ടു 30. നെക്സ്റ്റ് 41 പ്ലസ് 29 ഈക്വൽ ടു 70. 70 മൈനസ് 41 ഈക്വൽ ടു 29. നെക്സ്റ്റ് 42 പ്ലസ് 28 ഈക്വൽ ടു 70. 70 മൈനസ് 42 ഈക്വൽ ടു 28. ട്രൂ ഓർ ഫോൾസ്? വിച്ച് ഓഫ് ദീസ് ആർ ഫോൾസ്? ഏതാണ് ശരിയല്ലാത്തത് എന്ന് പറയണം. There are 11 numbers between 25 and 35. 25നും 35നും ഇടയ്ക്ക് 11 നമ്പേഴ്സാണുള്ളത്. നെക്സ്റ്റ് there are 9 numbers between 35 and 45. 35നും 45നും ഇടയ്ക്ക് 9 നമ്പേഴ്സാണുള്ളത്. There are 10 numbers between 46 and 55. 46നും 55നും ഇടയിൽ 10 നമ്പേഴ്സാണ്. അതുപോലെ തന്നെ there are 9 numbers between 55 and 64. 64നും 55നും ഇടയ്ക്ക് 9 നമ്പേഴ്സാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ ഏതാണ് ട്രൂ ഏതാണ് ഫോൾസ് എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യത്തേത് ഒന്ന് ചെയ്തു നോക്കാം. there are 11 numbers between 25 and 35. 25നും 35നും ഇടയ്ക്ക് 11 നമ്പേഴ്സാണ് ഉള്ളത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം. 25 കഴിഞ്ഞാൽ 26, 27, 28, 29, 30, 31, 32, 33, 34. എത്രയാണ്? there are 9 numbers in total. അപ്പോൾ ആ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു ഈസി മെത്തേഡ് എന്താണ്? 35 മൈനസ് 25 മൈനസ് 1 എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് 9 എന്ന് കിട്ടും. നെക്സ്റ്റ് there are 9 numbers between 35 and 45. 35നും 45നും ഇടയ്ക്ക് 9 നമ്പേഴ്സാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എഴുതി നോക്കിയപ്പോൾ അത് കറക്റ്റാണ് അല്ലേ? അപ്പോൾ അത് ട്രൂ ആണ്. ഓരോന്നും എഴുതി നോക്കാം. 36 മുതൽ 44 വരെ. അതല്ലെങ്കിൽ നമുക്ക് 45 മൈനസ് 35 മൈനസ് 1 എന്ന് ചെയ്ത് നോക്കിയാൽ 9 എന്ന് ആൻസർ കിട്ടും.
ഇനി there are 10 numbers between 46 and 55. 46നും 55നും ഇടയ്ക്ക് 10 നമ്പേഴ്സ് ആണെന്ന് പറഞ്ഞു. പക്ഷേ അത് എഴുതി നോക്കിയപ്പോൾ എത്രയാണ്? 8 നമ്പേഴ്സ് ആണ് ഉള്ളത്, 10 നമ്പേഴ്സ് ഇല്ല. അപ്പോൾ ഫോൾസ് ആണത്. നെക്സ്റ്റ് there are 9 numbers between 55 and 64. 55നും 64നും ഇടയ്ക്ക് 9 നമ്പേഴ്സ് ആണെന്ന് പറഞ്ഞു. ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. 8 നമ്പേഴ്സ് ആണ് ഉള്ളത്. ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ എ, സി, ഡി എന്നിവ ഫോൾസും ബി മാത്രമാണ് ട്രൂ ഉള്ളത്. ഫൈൻഡ് ദ ഡിഫറൻസ്. 70 മൈനസ് 36 ഈക്വൽ ടു 34 എന്ന ആൻസർ കിട്ടി. ഇനി 70യിൽ നിന്ന് 1 മൈനസ് ചെയ്തപ്പോൾ 69, 36ൽ നിന്ന് 1 മൈനസ് ചെയ്തപ്പോൾ എത്രയാണ്? 35. അപ്പോൾ 69 മൈനസ് 35 ഈക്വൽ ടു 34 എന്ന് തന്നെയാണ് ആൻസർ കിട്ടുന്നത്. ഇനി അടുത്തതും അതുപോലെ ചെയ്ത് നോക്കാം. 60 മൈനസ് 44 16, 59 മൈനസ് 43 ഈക്വൽ ടു 16. ഇനി അടുത്തത് 50 മൈനസ് 21ഉം അതുപോലെ തന്നെ 49 മൈനസ് 20യും ആയിരിക്കും. അപ്പോൾ ആൻസർ കിട്ടുന്നത് 29. അടുത്തത് 40 മൈനസ് 28 12, 39 മൈനസ് 27 12, 30 മൈനസ് 17 13, 29 മൈനസ് 16 13. അപ്പോൾ ആദ്യത്തെ കോളത്തിനേക്കാൾ 1 ഡിക്രീസ് ചെയ്തതാണ് രണ്ടാമത്തെ കോളത്തിലെ ഓരോ നമ്പേഴ്സും. അപ്പോൾ ആൻസർ നമുക്ക് സെയിം തന്നെ കിട്ടും. ലീപ്പ് എഹെഡ് ഫ്രം 45 ടു 83. 45 ടു 83 എത്ര നമ്പേഴ്സാണുള്ളത് എന്ന് നോക്കാം. 45ൻ്റെ കൂടെ 5 ആഡ് ചെയ്തപ്പോൾ നമുക്ക് 50 കിട്ടി. 50യുടെ കൂടെ 30 ആഡ് ചെയ്തപ്പോൾ 80 കിട്ടി. 80യുടെ കൂടെ 3 കൂട്ടിയപ്പോൾ 83 കിട്ടി. അപ്പോൾ ടോട്ടൽ എത്രയാണ് വരുന്നത്? 5 പ്ലസ് 30 പ്ലസ് 3 38 നമ്പേഴ്സാണ് ഉള്ളത്. ഫ്രം 66 ടു 92. ആദ്യം 66 ആണ്. അത് 70 ആകാൻ എത്ര വേണം? 4 വേണം. അപ്പോൾ മുകളിൽ എഴുതേണ്ടത് 4 ആണ്. ഇനി ആ 70യുടെ കൂടെ 20 ആഡ് ചെയ്താലാണ് 90 കിട്ടുക. 90 പ്ലസ് 2 ആണ് 92. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് 4 പ്ലസ് 20 പ്ലസ് 2 ഈക്വൽ ടു 26 നമ്പേഴ്സാണ് ഉള്ളത്. ഫ്രം 28 ടു 54. 28ൽ നിന്ന് 30യിലേക്ക് എത്താൻ എത്ര വേണം? 2. അപ്പോൾ 28 പ്ലസ് 2 ഈക്വൽ ടു 30. 30 പ്ലസ് 20 ഈക്വൽ ടു 50. 50 പ്ലസ് 4 ഈക്വൽ ടു 54. അപ്പോൾ ആൻസർ വരുന്നത് 2 പ്ലസ് 20 പ്ലസ് 4 ഈക്വൽ ടു 26. റൈറ്റ് ഇൻ ഓർഡർ. ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓരോന്നും നമുക്ക് എഴുതാം. ഫസ്റ്റ് സെറ്റ് വരുന്നത് 16, 18, 20, 22, 24, 26 സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്. ഇനി സെക്കൻഡ് സെറ്റ് വരുന്നത് 35, 37, 39, 41, 43, 45. ഇനി ഈ തന്നിരിക്കുന്നത് നോക്കൂ, ഏതൊക്കെയാണ്? 10, 20, 15, 35, 30, 25 എന്നാണ്. ഇത് ഓർഡറിൽ എഴുതുമ്പോൾ 10, 15, 20, 25, 30, 35 smallest to largest. The numbers in the second box are 50, 70, 40, 90, 80, 60. അത് നമ്മൾ അറേഞ്ച് ചെയ്ത് സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് ആക്കുകയാണെങ്കിൽ 40, 50, 60, 70, 80, 90. ഇനി തേർഡ് ബോക്സിൽ തന്നിരിക്കുന്നത് 11, 4, 16, 2, 7, 1 ഇതൊക്കെയാണ്. അറേഞ്ച് ചെയ്ത് സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് ആക്കുമ്പോൾ 1, 2, 4, 7, 11, 16 ഇങ്ങനെയാണ് കിട്ടുന്നത്. Write the numbers 1, 2, 3, 4. Using the numbers on the cards, write the 2-digit numbers you formed without repeating the digits. 4 കാർഡാണ് തന്നിരിക്കുന്നത്. 1, 2, 3, 4. ഇതുപയോഗിച്ച് റിപ്പീറ്റ് ചെയ്യാതെ 2 ഡിജിറ്റ്സ് നമ്പേഴ്സ് ഉണ്ടാക്കണം. അപ്പോൾ 1 ഉപയോഗിച്ച് മറ്റ് നമ്പേഴ്സ് ചേർത്ത് 2 ഡിജിറ്റ്സ് ഉണ്ടാക്കുമ്പോൾ 12, 13, 14. 2 ഉപയോഗിച്ചിട്ടാണെങ്കിലോ 21, 23, 24. ഇനി 3 വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 31, 32, 34. 4 വെച്ചിട്ടാണെങ്കിലോ 41, 42, 43. ഇത്രയും നമ്പേഴ്സാണ് റിപ്പീറ്റ് ചെയ്യാതെ ഉണ്ടാക്കാൻ കഴിയുക. ഓക്കെ ഡിയേഴ്സ്, സ്റ്റഡി വെൽ. സീ യു ഇൻ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.